ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. യേശുവിന്റെ ജീവിതം, മരണം, പുനരുദ്ധാനം എന്നിവ ചിത്രീകരിക്കുന്ന തത്സമയ ആക്ഷൻ തിയേറ്റർ പെർഫോമൻസ് ഈസ്റ്ററിനു മുൻപ് 25 അമേരിക്കൻ നഗരങ്ങളിൽ എത്തിക്കുവാൻ ഒരുക്കങ്ങൾ നടക്കുന്നു. കൊറിയോഗ്രഫി, സംഗീതം, അത്യാധുനിക ദൃശ്യങ്ങൾ എന്നിവ സമന്വയിപ്പിച്ച് പ്രേക്ഷകരെ യേശുവിന്റെ ജീവിതകഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഡ്രാമ അമേരിക്കയിലെ മുഖ്യധാരാ വേദികളിലാണ് അവതരിപ്പിക്കുന്നത്. കൊളറാഡോയിലെ ന്യൂ ലൈഫ് ചർച്ചിലെ യുവജനങ്ങൾ ഒരുക്കുന്ന നാടകം ദി തോൺ എന്ന പേരിലാണ് പ്രേക്ഷകർക്ക് വിരുന്നൊരുക്കുക. നർത്തകർ, അഭിനേതാക്കൾ, സംഗീതജ്ഞർ എന്നിവരുൾപ്പെടെ 40-ലധികം അഭിനേതാക്കളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ടീമാണ് ഡ്രാമയിൽ അണിനിരക്കുക. ഭാരതസഭയിലെ ആദ്യ വനിതാ രക്തസാക്ഷി വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ സ്വർഗപ്രവേശനത്തിന് ഇന്ന് ഫെബ്രുവരി 25-ന് 30 വർഷം പൂർത്തിയാകുന്നു. കണ്ണിൽ കനിവും കരളിൽ കനലും കാലുകളിൽ അഗ്നിച്ചിറകുകളുമായി പ്രേക്ഷിത ഭൂമിയിൽ ജീവിച്ച സിസ്റ്റർ റാണി മരിയ ഭാരത കത്തോലിക്ക വിശ്വാസികൾക്ക് എന്നും ആവേശമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അനേകരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ സിസ്റ്റർ റാണി മരിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ റാണി മരിയയുടെ രക്തസാക്ഷിത്വം അനേകരെയാണ് ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുപ്പിച്ചത്. KCBC മധ്യവിരുദ്ധ സമിതി സംസ്ഥാന സമ്മേളനം നാളെ കോട്ടയം ലൂർദ് ഫൊറാന പള്ളിയിൽ നടക്കും. രാവിലെ 10-ന് ചേരുന്ന സമ്മേളനത്തിൽ മധ്യവിരുദ്ധ സമിതി ചെയർമാൻ യോഹനോൻ മാർ തിയോഡോഷ്യസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിക്കും. രാവിലെ 10:20-ന് മേജർ രവിയും 11:15-ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവും ക്ലാസുകൾ നയിക്കും. ഉച്ചയ്ക്ക് 12:15-ന് തിരുഹൃദയ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ലഹരിവിരുദ്ധ യൂത്ത് കോർണർ നടക്കും. കത്തോലിക്ക സഭയുടെ സീറോ മലബാർ, ലത്തീൻ, മലങ്കര റീത്തുകളിൽ നിന്നായി 32 രൂപതകളിൽ നിന്ന് മധ്യവിരുദ്ധ പ്രവർത്തകരും ആതുര ശുശ്രൂഷ പ്രവർത്തകരും യുവജനങ്ങളും സമ്മേളനത്തിൽ പങ്കാളികളാകും. ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ ജെമലി ആശുപത്രിയിൽ തുടരുന്നതിനിടെ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാതൃരാജ്യമായ അർജന്റീനയിൽ കലാപ്രദർശനം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന പേരിലാണ് അർജന്റീനിയൻ നഗരമായ ലാ പ്ലാറ്റയിൽ കലാപ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതിനുമായി ആളുകളെ പ്രാർത്ഥിക്കുവാൻ ക്ഷണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാപ്പയുടെ വ്യത്യസ്തതയുള്ള ചിത്രങ്ങളുമായി പ്രദർശനം നടക്കുന്നത്. ലാ പ്ലാറ്റ കത്തീഡ്രൽ ഫൗണ്ടേഷനാണ് ആർട്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. റഷ്യ യുക്രൈനിൽ സമ്പൂർണ്ണ അധിനിവേശം ആരംഭിച്ചിട്ട് ഫെബ്രുവരി 24-ന് 3 വർഷം പിന്നിടുന്ന 3-ാം വാർഷികത്തോട് അനുബന്ധിച്ച് പരിശുദ്ധ സിംഹാസനം യുക്രൈനിൽ സമാധാനത്തിനായി വീണ്ടും അഭ്യർത്ഥിച്ചു. വത്തിക്കാന്റെ അന്താരാഷ്ട്ര സംഘടനകളുമായി ബന്ധമുള്ള സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗഗല്ലറാണ് സന്ദേശത്തിലൂടെ സമാധാനത്തിനായി ആഹ്വാനം ചെയ്തത്. യുദ്ധം യുക്രൈനിൽ വളരെയധികം കഷ്ടപ്പാടുകൾ വരുത്തി. നിരപരാധികളായ സാധാരണക്കാർ ഉൾപ്പെടെ നിരവധി പേരുടെ ജീവൻ അപഹരിച്ചു. യുദ്ധം ദശലക്ഷക്കണക്കിന് ആളുകൾ നേരിടുന്ന പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുകയും ചെയ്തെന്നും ആർച്ച് ബിഷപ്പ് ഗല്ലഗർ പറഞ്ഞു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.